Hello everyone, welcome back to Aptics Academy. So in this video we are going to discuss the part 3 of the unit 4, that is language across the curriculum. അപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ക്രാഷൻസ് മോണിറ്റർ തിയറിയാണ്. സ്റ്റീഫൻ ക്രാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഹീസ് എൻ എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ്. മാത്രമല്ല ലാംഗ്വേജ് അക്വിസിഷനും ഡെവലപ്മെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തിയറീസിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാണ്. ആളുടെ റീസെൻറ്റ് റിസർച്ച് നോൺ ഇംഗ്ലീഷ് ബൈലിംഗ്വൽ ലാംഗ്വേജ് അക്വിസിഷനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 1980 തൊട്ട് ആൾ 100ഓളം ബുക്സും ആർട്ടിക്കിൾസും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 300ഓളം ലെക്ചേഴ്സിന് അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആളെ പറ്റിയുള്ള ഒരു മെയിൻ ഐഡിയ. ക്രിയേഷൻസിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ തിയറി 5ഓളം ഹൈപ്പോത്തസിസ് വരുന്നുണ്ട്. എന്തൊക്കെയാണത്? അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്, മോണിറ്റർ ഹൈപ്പോത്തസിസ്, ഇൻപുട്ട് ഹൈപ്പോത്തസിസ്, എഫക്റ്റീവ് ഫിൽറ്റർ ഹൈപ്പോത്തസിസ്, ദ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ്. ആളുടെ ഐഡിയ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ലേണിങ്ങും അക്വിസിഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസസ് ആണ് കൂടുതലായിട്ടും അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നതെന്ന് പറയാം. ഇനി ക്രാഷിനെ സംബന്ധിച്ചിടത്തോളം ദ സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് ഹാവ് ജനറൽ എഡ്യൂക്കേഷണൽ അഡ്വാൻറ്റേജസ് ആൻഡ് വാല്യൂസ് അറ്റ് ഹൈ സ്കൂൾസ് ആൻഡ് കോളേജസ് മേ ഹാവ് വൺ ടു ഇൻക്ലൂഡ് ഇൻ ദിയർ ലാംഗ്വേജ് പ്രോഗ്രാം. നമുക്കറിയാം കൂടുതലായിട്ടും ലാംഗ്വേജസിലേക്ക് നോക്കുന്ന സമയത്ത് സ്കൂളുകളിലായാലും കോളേജസിലൊക്കെ ആയാലും ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. എങ്ങനെയാണ് ലാംഗ്വേജിൻ്റെ സ്ട്രക്ചർ എന്താണ്, അങ്ങനെയൊക്കെ. എനി ബെനിഫിറ്റ് however will greatly depend on learners being already familiar with the language. അപ്പോൾ എങ്ങനെ തന്നെ ആയാലും ഒരാൾക്ക് ഒരു ലാംഗ്വേജിൻ്റെ മുമ്പേ ഫെമിലിയർ ആണെങ്കിൽ മാത്രമാണ് ആ ഗ്രാമർ കൊണ്ടുള്ള യൂസ് ഉള്ളൂ. ഇറ്റ് ഷുഡ് ഓൾസോ ക്ലിയർ ദറ്റ് അനലൈസിംഗ് ലാംഗ്വേജ്, ഫോർമുലേറ്റിംഗ് റൂൾസ്, സെറ്റിംഗ് irregularities about the teaching complex facts about the target languages, not language teaching but rather language appreciation or linguistics, which does not lead to communicative proficiency. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കൂടുതലായിട്ടും ഈ ഗ്രാമറിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ, അതിൻ്റെ ഒരു ഫോർമുലേറ്റിംഗ് റൂൾസിനെ, ഇതിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും പഠിക്കുന്നത് ലാംഗ്വേജ് എന്താണെന്ന് മാത്രമാണ്. അതെങ്ങനെ ഉപയോഗിക്കാം, അതിനെ എങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യാം, അതിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഗ്രാമർ പഠിക്കുന്നത് മോശമാണെന്നല്ല, ബട്ട് മോർ ദാൻ ഗ്രാമർ ഒരു ലാംഗ്വേജ് നമുക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഇനിയാണ് ഇവിടെ ലേണിങ്ങും അക്വിസിഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം പറയുന്നത്. അക്കോർഡിംഗ് ടു ക്രിയേഷൻ ലേണിംഗ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ അക്വിസിഷൻ. അയാളെ സംബന്ധിച്ചിടത്തോളം അക്വിസിഷനെക്കാട്ടിലും വളരെ കുറവ് മാത്രമാണ് ലേണിങ്ങിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. The term language learning encompasses two clearly distinct but rarely understood concepts. Language learning എന്താണ്? 2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് റിസീവ് ലാംഗ്വേജ് ഇൻഫർമേഷൻ. ലാംഗ്വേജിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ റിസീവ് ചെയ്യുക, ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു നോളജ് ത്രൂ ഇൻ്റലക്ച്വൽ എഫേർട്ട് ആൻഡ് അക്യുമുലേറ്റ് ദിസ് നോളജ് ത്രൂ മെമ്മറി പ്രാക്ടീസ്. അതായത് ഒരു ലാംഗ്വേജിൻ്റെ ഇൻഫർമേഷനെ നമ്മൾ റിസീവ് ചെയ്യുക, എന്നിട്ട് ഈ ലാംഗ്വേജിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാം. നമ്മളുടെ നോളജ് ഉപയോഗിച്ച് ഈ ഒരു ഇൻ്റലക്ച്വൽ എഫേർട്ട് ഇട്ടിട്ട് നമ്മളതിനെ ട്രാൻസ്ഫോം ചെയ്യുക. ഏത് പ്രാക്ടീസിലൂടെ? മെമ്മറി പ്രാക്ടീസിലൂടെ. വി യൂഷ്വലി റെഫർ ടു ദിസ് കോൺസെപ്റ്റ് ആസ് സ്റ്റഡി. നമ്മളിതിനെ യൂഷ്വലി പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സ്റ്റഡി. അങ്ങനെയാണല്ലോ, നമ്മളൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ മെമ്മറൈസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനെ നമ്മൾ സ്റ്റഡി എന്ന് പറയുക. ദ അതർ കോൺസെപ്റ്റ് റെഫേഴ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫങ്ഷണൽ എബിലിറ്റി ടു ഇൻറ്ററാക്ട് വിത്ത് ഫോറിനേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്പീക്കിംഗ് ദിയർ ലാംഗ്വേജ്. ദിസ് ഈസ് യൂഷ്വലി കോൾഡ് അസിമിലേഷൻ. എന്നാൽ മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് പഠിക്കുക. എല്ലാം കാണാപ്പാഠം മെമ്മറൈസ് ചെയ്ത് പഠിക്കുക. അത് ആ കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചിട്ട് അതിൻ്റെ ഒരു ഫങ്ഷണൽ എബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഫോറിനേഴ്സുമായിട്ട് നമുക്ക് ഇൻ്ററാക്റ്റ് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ലാംഗ്വേജ്, അത് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനെയാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലേണിങ്ങും അക്വിസിഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെയാണ് ഇവിടെ കാണിക്കുന്നത്. കൂടുതലായിട്ട് നോക്കാം. ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് നാച്ചുറൽ അസിമുലേഷൻ. നമ്മൾ നേരത്തെ അസിമുലേഷൻ പറഞ്ഞല്ലോ, ഒരു ഫോറിനേഴ്സുമായിട്ട് സംസാരിച്ച് ആ ലാംഗ്വേജിനെ പഠിച്ച് അതിനെ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇൻവോൾവിങ് ഇൻറ്റ്യൂഷൻസ് ഇൻ subconscious learning. It is a product of real interactions between people in environments of target language and culture where the learner is an active player. ഇവിടെ പഠിക്കുന്ന ആൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊരു ലാംഗ്വേജ് പഠിക്കുന്നത് എന്തിനാണ്? അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊരു പഠിച്ച് മറ്റൊരാളുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ഗ്രാമാറ്റിക്കൽ എറേഴ്സോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല, ഒരാളുമായിട്ട് നമുക്കൊരു കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? എന്നാൽ അതിനെയാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. എന്നാൽ ലേണിംഗ് എന്താണ്? ദ കോൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ഈസ് ലിങ്ക്ഡ് ടു ദ ട്രഡീഷണൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജസ് വിച്ച് ഇസ് ജനറലി സ്റ്റിൽ പ്രാക്ടീസ്ഡ് ഇൻ ഹൈ സ്കൂൾസ് വേൾഡ് വൈഡ്. ഹൈസ്കൂളിലൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്?
അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കാര്യങ്ങൾ തന്നെ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഒരു പുതിയ ലാംഗ്വേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളൊക്കെ എന്തോരം പേര് ഒരു 10th വരെ അല്ലെങ്കിൽ 8th ഒക്കെ വരെ ഹിന്ദി പഠിച്ചിട്ടുണ്ടാവും. എത്ര പേർക്ക് നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ അറിയില്ല. കാരണം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ, ഗ്രാമർ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അല്ലാത്തൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ല. അറ്റൻഷൻ ഈസ് ഫോക്കസ്ഡ് ഓൺ ദ ലാംഗ്വേജ് ഇൻ ഇറ്റ്സ് റിട്ടൺ ഫോം ആൻഡ് ദ ഒബ്ജക്റ്റീവ് ഈസ് ഫോർ ദ സ്റ്റുഡൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ആൻഡ് റൂൾസ് ഓഫ് ദ ലാംഗ്വേജ്. അപ്പോൾ ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എഴുതുക എങ്ങനെയാണ്. ഇപ്പോൾ എക്സാമിനേഷനിലാണ് നമ്മൾ അങ്ങനെ എഴുതുക എന്നാണ് നോക്കുന്നത്, അല്ലാതെ എങ്ങനെ സംസാരിക്കുക എന്നല്ല. ഇപ്പോൾ അറബിക് ലാംഗ്വേജ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, സാൻസ്ക്രിറ്റ് ആയിക്കോട്ടെ, ഏതൊരു ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ അത് എഴുതാൻ നമുക്കറിയാം അല്ലേ. ലാംഗ്വേജിൽ നമുക്ക് എഴുതാൻ ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ അത് നമുക്ക് വായിക്കാൻ അറിയില്ല. ഇത് തന്നെയാണ്, വായിക്കാൻ അറിയില്ല മീൻസ് അത് യൂസ് ചെയ്യാൻ അറിയില്ല. എനിക്ക് എഴുതാനല്ലേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ, ആ കാര്യമല്ല കേട്ടോ. ഡിഫറൻസസ് ബിറ്റ്വീൻ ലേണിംഗ് ആൻഡ് അക്വിസിഷൻ. ഇവിടെ നോക്കിക്കേ, ലേണിങ്ങും അക്വിസിഷനും തമ്മിലുള്ള കുറച്ച് 12ഓളം പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ലേണിംഗ് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ അക്വിസിഷൻ നാച്ചുറൽ ആണ്. ലേണിംഗ് ടെക്നിക്കൽ ആണെങ്കിൽ മറ്റേത് പേഴ്സണൽ ആണ്. ഇവിടെ ലേണിങ്ങിൽ റിട്ടൺ ലാംഗ്വേജിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അക്വിസിഷന് സ്പോക്കൺ ലാംഗ്വേജിനാണ്. ഒന്ന് തിയറി ആണെങ്കിൽ മറ്റൊന്ന് പ്രാക്ടീസ് ആണ്. ഒന്ന് ഫോർമൽ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ മറ്റത് മീനിങ് ഫുൾ ഇൻറ്ററാക്ഷൻ ആണ്. ബാക്കിയുള്ളതൊക്കെ വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ പോയിൻറ്റ്സ് ആണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തതാണ് പിയേജറ്റ്സ് വ്യൂസ് ഓൺ ലാംഗ്വേജ് ലേണിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ പിയേജറ്റ്സ് എന്നുള്ളത് ഞാൻ പ്രൊനൗൺസിയേഷൻ നോക്കിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊനൗൺസിയേഷനാണ്. ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ടു ലേൺ ഇറ്റ് ആസ് പിയാഗറ്റ്, അങ്ങനെ പഠിച്ചു വയ്ക്കുക. കാരണം നമ്മൾ കൂടുതലും പ്രൊനൗൺസിയേഷനിൽ ഫോക്കസ് ചെയ്ത് ഞാൻ ഇവിടെ പറയാത്തത്, നിങ്ങൾക്ക് ആൻസർ എഴുതുന്ന സമയത്ത് കൂടുതലും നിങ്ങൾ പഠിച്ച് എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ എഴുതാനായിരിക്കും സുഖം ഉണ്ടാവും. അപ്പോൾ പിയാഗറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ആളുടെ ലാംഗ്വേജ് ലേണിംഗ് നോക്കാം. നമ്മൾ ഒരുപാട് വ്യൂസ് ഇപ്പോൾ കേട്ടു. ഇനി ആളുടെ വ്യൂസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ആളുടെ ഒരു റിസർച്ച് ഇൻ ടു ചിൽഡ്രൻസ് ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ജീൻ പിയാഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ബേസിസ് തിയറി ഓൺ ദ ഐഡിയ ദാറ്റ് ചിൽഡ്രൻ ഡു നോട്ട് തിങ്ക് ലൈക്ക് അഡൽട്ട്. അഡൽട്ടിനെ പോലെ ആയിരിക്കില്ല ഒരിക്കലും കുട്ടികൾ ചിന്തിക്കുന്നത്. ആളുടെ തിയറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദ മെൻ്റൽ സ്ട്രക്ചേഴ്സ് സ്കീമാസ് ഓഫ് ചിൽഡ്രൻ ആസ് ദേ ഡെവലപ്പ് ഫ്രം ഇൻഫാൻസ് ടു അഡൽട്ട്. ഒരു കുട്ടിയായിരിക്കുന്ന സമയം മുതൽ അഡൽട്ടായി വരുന്ന സമയം വരെ അയാളുടെ മെൻ്റൽ സ്ട്രക്ചർ എങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ സ്കീമാസിന് എങ്ങനെ ഡെവലപ്മെൻറ്റ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൾ കൺക്ലൂഡ് ചെയ്യുന്നത് ദാറ്റ് ദെയർ ഇൻറ്ററാക്ഷൻസ് വിത്ത് ദ എൻവയോൺമെൻറ്റ് ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസെപ്റ്റ് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ്. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, അവർ എൻവയോൺമെൻറ്റുമായിട്ട് നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ഒരു വേൾഡിനെ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ വേൾഡ് ആണല്ലോ. മാത്രമല്ല, ചിൽഡ്രൻസ് ലാംഗ്വേജ് റിഫ്ലെക്ട്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദിയർ ലോജിക്കൽ തിങ്കിങ് ആൻഡ് റീസണിങ് സ്കിൽ ഇൻ പീരിയഡ്സ് ഓർ സ്റ്റേജസ് വിത്ത് ഈച്ച് പീരിയഡ് ഹാവിങ് എ സ്പെസിഫിക് നെയിം ആൻഡ് ഏജ് റെഫറൻസ്. ഓരോ സ്റ്റേജിലും കുട്ടികളുടെ ലാംഗ്വേജിന് ഓരോ ഡെവലപ്മെൻ്റ് ആണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു പീരിയഡിനോ സ്റ്റേജിനോ ഒരു പ്രത്യേക പേരുകൾ നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സെൻസറി മോട്ടോർ ഇൻ്റർവെൽ ഇതെന്താണെന്ന് നോക്കാം. സെൻസറി മോട്ടോർ ഇൻ്റർവെല്ലിൽ പറയുന്നത് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ആക്ഷൻ സ്കീമാസ് വെച്ചിട്ടായിരിക്കും ജനിക്കുന്നത്. അതായത് ഇവിടെ പറയുന്ന ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമ്മൾ ഓരോ സ്റ്റേജസിന് ഓരോ പേര് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ. ഈ സമയത്ത് കുട്ടികൾ സക്കിങ് ആൻഡ് ഗ്രാസ്പിംഗ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന സംഭവം. അവർ ഓരോ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇൻഫർമേഷനെ അസിമിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആളുടെ ഒരു ബുക്കുണ്ട്, ലാംഗ്വേജ് ആൻഡ് തോട്ട് ഓഫ് ദി ചൈൽഡ്. ഇതിനകത്ത് ആൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംഭവമാണ് 2 രീതിയിലുള്ള ചിൽഡ്രൻസ് ലാംഗ്വേജിൻ്റെ ഫങ്ഷൻസ്, ഈഗോ സെൻട്രിക്കും സോഷ്യലൈസ്ഡും. അപ്പോൾ ഈ ഒരു സെൻസറി മോട്ടോർ പീരിയഡിലുള്ള കുട്ടികൾ യൂസ് ചെയ്യുന്നത് ഏതൊരു ടൈപ്പ് ഓഫ് ഫോർമേഷനാണ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനാണ് ആൾ യൂസ് ചെയ്യുന്നത്? ഈഗോ സെൻട്രിക് ആണ്. കുട്ടികൾ ഈഗോ സെൻട്രിക് ആയിരിക്കും. എന്താണ് ഈഗോ സെൻട്രിക്? ദേ ടോക്ക് ഈദർ ഫോർ ദംസെൽസ്. ഒന്നെങ്കിൽ കുട്ടികൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരെ കൂടെ ആരാണോ ഉള്ളത് അവരുടെ അടുത്ത് ഒരു അസിമിലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരോട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഒരു ടൈപ്പ് ഓഫ് ഹാപ്പിനെസ്, ഒരു പ്ലഷർ ഫീൽ ചെയ്യും. അതിനു വേണ്ടിയാണ് കുട്ടി സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് സെൻസറി മോട്ടോർ ഇൻ്റർവെൽ. അപ്പം കുട്ടി ജനിച്ച് 0 to 2 വയസ്സ് വരെയുള്ള സമയത്തുള്ള കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ആളുടെ ബുക്കിനകത്ത് 2 ടൈപ്പ് ഓഫ് കാര്യങ്ങൾ പറയുന്നുണ്ട്, സോഷ്യലൈസ്ഡും ഈഗോ സെൻട്രിക്കും. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഈഗോ സെൻട്രിക് ആണെന്നാണ് പറയുന്നത്. അടുത്തത് പ്രീ ഓപ്പറേഷണൽ പീരിയഡാണ്. ഇത് കുട്ടിക്ക് 2 മുതൽ 7 വയസ്സ് വരെയുള്ള ഇടയിലാണ് നടക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? കുട്ടികൾക്ക് പെട്ടെന്ന് ലാംഗ്വേജ് പഠിച്ചെടുക്കാനും റാപ്പിഡായിട്ടുള്ള പ്രോഗ്രസ്സും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും പെട്ടെന്ന് അത് അക്കമഡേറ്റ് ചെയ്യാനും അത് പഠിക്കാനും അതിനെ റെസിപ്രൊക്കേറ്റ് ചെയ്യാനും ഒക്കെ കുട്ടികൾക്ക് പറ്റും.
ഫ്രം യൂസിങ് സിംഗിൾ വേർഡ്സ്, അതായത് മിൽക്ക് എന്നുള്ള ഒറ്റ വാക്ക്, എനിക്ക് പാല് എന്ന് മാത്രം പറയുന്ന സ്ഥലത്ത് ഫോർ എക്സാമ്പിൾ മോമി ഗോസ് ഔട്ട് എന്നുള്ള സെൻറ്റൻസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. മാത്രമല്ല ആൾ പറയുകയാണ് ലാംഗ്വേജിനെ, ചിൽഡ്രൻസ് ലാംഗ്വേജ് ആസ് സിംബോളിക്, അലൗവിങ് ദം ടു വെഞ്ചർ ബിയോണ്ട് ഹിയർ ആൻഡ് നൗ ആൻഡ് ടോക്ക് അബൌട്ട് സച്ച് തിങ്സ് ആസ് ദി പാസ്റ്റ്, ഫ്യൂച്ചർ, പീപ്പിൾ, ഫീലിംഗ്സ് ആൻഡ് ഈവൻസ്. ഡ്യൂറിങ് ദിസ് ടൈം ചിൽഡ്രൻസ് ലാംഗ്വേജ് ഓഫൻ ഷോസ് ഇൻസ്റ്റൻസസ് ഓഫ് വാട്ട് പിയാഗറ്റ് ടേംഡ് ആനിമിസം ആൻഡ് ഈഗോസെൻട്രിസം. അപ്പോൾ പറയുന്നത് പാല് അല്ലെങ്കിൽ വേണം എന്നൊക്കെ പറഞ്ഞുള്ള ഒറ്റ സിംഗിൾ വേർഡിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് മമ്മി പുറത്ത് പോ അല്ലെങ്കിൽ അകത്തേക്ക് വാ, അത് വേണം, അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് സാധിക്കും. മാത്രമല്ല പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒന്നും അറിയാത്തവർ പിന്നീട് പതുക്കെ കണക്ട് ചെയ്ത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ സംസാരിക്കാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് കുട്ടികളിലേക്ക് എത്തുകയും ചെയ്യും. ഇനി ഈ ഒരു ടൈമിൽ കുട്ടികളുടെ ലാംഗ്വേജിനെ 2 ഇൻസ്റ്റൻസസിലൂടെയാണ് പറയുന്നത്, ആനിമിസവും ഈഗോസെൻട്രിസവും. ഇനി എന്താണ് ഈഗോസെൻട്രിസം ആൻഡ് ആനിമിസം എന്ന് നമുക്ക് നോക്കാം. ഈഗോസെൻട്രിസം ആനിമിസം എന്ന് പറയുമ്പോൾ ആനിമിസം ആദ്യം നമുക്ക് നോക്കാം. ആനിമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ അടുത്തുള്ള എന്ത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് അലൈവ് ആണെന്ന് വിശ്വസിക്കുക, അതിന് ജീവനുണ്ട്. ഇനാനിമേറ്റ് ആയാലും അതിന് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ആനിമിസം എന്ന് പറയുന്നത്. ഈഗോസെൻട്രിസം എന്ന് പറയുന്ന സമയത്ത് അവരുടെ ചുറ്റുമുള്ള ലോകത്തിനെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുക, അതായത് അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ളൊരു ലോകമാണെന്ന് വിശ്വസിക്കുന്നതിനെയാണ് ഈഗോസെൻട്രിസം എന്ന് പറയുക. വേർ ബൈ ദേ ആട്രിബ്യൂട്ട്സ് ഫിനോമിന വിത്ത് ദ സെയിം ഫീലിംഗ്സ് ആൻഡ് ഇൻറ്റൻഷൻസ് ആസ് ദംസെൽസ്, അവരെ പോലെ ഉള്ള ഒരു ലോകത്തിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഇനി പിയാഗറ്റിൻ്റെ തിയറിയിൽ ആൾ പറയുന്നൊരു മോറൽ റിയലിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിലെന്താണ്, ചിൽഡ്രൻസ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അറ്റ് ദി സ്റ്റേജ് സിൻസ് യങ് ചിൽഡ്രൻ ടെൻ ടു ഫോക്കസ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് എനി ഡാമേജ് കോസ്ഡ് ബൈ എ പേഴ്സൺസ് ആക്ഷൻ. ഒരാളുടെ ആക്ഷന് ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഡിസ്ട്രക്ഷനെ വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിനാണ് മോറൽ റിയലിസം എന്ന് പറയുന്നത്. ഇവിടെ അയാൾ നല്ല ഇൻറ്റൻഷനോട് കൂടിയാണോ ബാഡ് ഇൻറ്റൻഷനോട് കൂടിയാണോ ഒരു കാര്യം ചെയ്യുന്നതെന്നൊന്നും നോക്കില്ല. ആ ഒരു ആക്ഷൻ ചെയ്ത സമയത്ത് എന്ത് ഡാമേജാണ് കോസ് ചെയ്യുന്നത്, ഈ കാര്യം മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അടുത്തതാണ് ദ ഓപ്പറേഷണൽ പീരിയഡ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ തിയറി പ്രകാരം അതിനെ ആൾ 2 ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. പീരിയഡ് ഓഫ് കോൺക്രീറ്റ് ഓപ്പറേഷൻ നടക്കുന്നത് 7 to 11 ഇയേഴ്സിൽ, പീരിയഡ് ഓഫ് ഫോർമൽ ഓപ്പറേഷൻസ് നടക്കുന്നത് 11 to അഡൽട്ട്ഹുഡ് വരെയുള്ള സമയത്ത്. ഇവിടെ പറയുന്നത് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്, അവരുടെ ഇമ്മച്വർ ആയിട്ടുള്ള തിങ്കിങ്ങിൽ നിന്നും മെച്വർ ആയിട്ടുള്ള തിങ്കിങ്ങിലേക്കും ഇല്ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ്ങിൽ നിന്നും ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ്ങിലേക്കും ഉള്ളൊരു ഡെവലപ്മെൻറ്റ് നടക്കും. മാത്രമല്ല അവരുടെ ലാംഗ്വേജിൽ ഡീസെൻറ്റ് ചെയ്യാനുള്ളൊരു എബിലിറ്റിയാണ് വരുന്നത്. ഡീസെൻറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരുടെ പേഴ്സ്പെക്റ്റീവ് അല്ലാതെ മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവും കൂടെ കൺസിഡർ ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ടൈമിലാണ് കുട്ടികളുടെ ലാംഗ്വേജിന് സോഷ്യലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങുക. സോഷ്യലൈസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സ്, ക്രിറ്റിസിസം, കമാൻഡ്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ഫോർമേഷൻ സംഭവിക്കുന്നതും ഈ ഒരു പീരിയഡിലാണ്. നേരിട്ടിട്ടുള്ള ക്രിറ്റിസിസം എന്താണെന്നാണ് നോക്കുന്നത്. സിമ്പിൾ ടേംസിലാണ് എഴുതിയിരിക്കുന്നത്. മാർഗരറ്റ് ഡൊണാൾഡ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പ്രൊഫസർ ഓഫ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയാണ്. അവർ പറയുന്നത് എന്താണ്, ഈ ഓരോ ഏജായിട്ടും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ, ആ ഒരു ഏജ് ആക്ച്വലി ബ്ലേർഡ് ആയിട്ടുണ്ട്. ആ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് ആക്ച്വലി ബ്ലേർഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആക്ച്വലായിട്ട് ആൾക്ക് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. മാത്രമല്ല ചിൽഡ്രൻസ് മൈൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബുക്കിനകത്താണ് കേട്ടോ മാർഗരറ്റ് ഡൊണാൾഡ്സൺ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ തിങ്കിങ് എബിലിറ്റീസിനെ വെച്ചിട്ട്. ബൈ നോട്ട് ഗിവിങ് ഇനഫ് കൺസിഡറേഷൻ ടു ദ കോണ്ടെക്സ്റ്റ് ഹി പ്രൊവൈഡഡ് ഫോർ ചിൽഡ്രൻ വെൻ കണ്ടക്ടിങ് ഹിസ് റിസർച്ച്. ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിലല്ല ചെയ്തതെന്നും പറഞ്ഞിട്ടുള്ളൊരു ക്രിറ്റിസിസവും ആൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. വൈഗോട്സ്കീസ് കൾച്ചറൽ ടൂൾസ് ഫോർ ലാംഗ്വേജ് ലേണിംഗ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. Vygotsky was called the Mozart of psychology. He was born in 1896, the same year as Piaget in the small Russian town of Orsha. അപ്പോൾ പിയാഗറ്റ് ജനിച്ചിട്ടുള്ള അതേ സമയത്താണ് നമ്മുടെ വൈഗോട്സ്കി ജനിച്ചിട്ടുള്ളത്. സോഷ്യോ കൾച്ചറൽ തിയറി ഡിഡ് നോട്ട് ഫോക്കസ് ഓൺ ദി ഇൻഡിവിജ്വൽ ചൈൽഡ് ബട്ട് ഓൺ ദ ചൈൽഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ, എസ്പെഷ്യലി വിത്ത് അഡൾട്ട്സ്, പാരൻസ്, ടീച്ചേഴ്സൊക്കെ പോലെ. അപ്പം ഇവിടെ
ഫോക്കസ് എന്ന് പറയുന്നത് ഡയാഡിക് ഇൻറ്ററാക്ഷൻസിനാണ്. അതിൻ്റെ എക്സാമ്പിളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ചൈൽഡ് ബീയിങ് ടോട്ട് ബൈ എ പാരൻറ്റ് ഹൗ ടു പെർഫോം സം കൾച്ചറലി സ്പെസിഫിക് ആക്ഷൻ. കുട്ടികളെ എങ്ങനെയാണ് അഡൾട്ട്സ് പഠിപ്പിച്ചെടുക്കുന്നത് ഒരു ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ അല്ലെങ്കിൽ കൾച്ചറലി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ എങ്ങനെയാണ് പാരൻസ് പഠിപ്പിക്കുന്നത് എന്നുള്ളത്. റാദർ ദാൻ എ ചൈൽഡ് ബൈ ഹിംസെൽഫ്. ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്ത് പഠിക്കുന്നതിന് പകരം അത് എങ്ങനെ ചെയ്യണമെന്ന് പാരൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു മെത്തേഡിനെയാണ് ഡയാഡിക് ഇൻറ്ററാക്ഷൻസ് എന്ന് പറയുന്നത്. The social world mediates children's cognitive development. Cognitive development occurs as a child's thinking is molded by society in the form of parents, teachers and peers. This leads to peer tutoring as a strategy in classroom. അപ്പോൾ ഈ സോഷ്യൽ വേൾഡ് കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെ മോൾഡ് ചെയ്തെടുക്കുന്നത് ഈ സൊസൈറ്റിയാണ്. ഏതൊക്കെ ഫോമിലുള്ള സൊസൈറ്റി? പാരൻസും ടീച്ചേഴ്സും അല്ലെ പിയേഴ്സും മറ്റ് ഗ്രൂപ്പും ഒക്കെയാണ് കുട്ടികളുടെ കോഗ്നിറ്റീവായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിന് ഇടയിൽ അതിനെ ഒന്നും കൂടെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലേക്ക് വരുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇതെന്തിലേക്കാണ് അവരെ നയിക്കുന്നത്? പിയർ ട്യൂറ്ററിങ്ങും ഇതൊരു സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് ക്ലാസ് റൂമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പീപ്പിൾസ് തിങ്കിങ് ഡിഫേഴ്സ് ഡ്രമാറ്റിക്കലി ബിറ്റ്വീൻ കൾച്ചേഴ്സ് ബിക്കോസ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് സ്ട്രെസ് ഡിഫറെൻറ്റ് തിങ്സ്. ഓരോ ആളുകളുടെ തിങ്കിങ്ങിലുള്ള വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓരോരുത്തരും ഉള്ള ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു നാട് ഫോളോ ചെയ്യുന്ന ഒരു കൾച്ചർ ആയിരിക്കില്ല തൊട്ടപ്പുറത്തുള്ളൊരു നാട് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ പീപ്പിളും ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ കാരണം അവർ ഫോളോ ചെയ്യുന്ന കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി കുറച്ച് പോയിൻറ്റ്സ് അവിടെ തന്നിട്ടുണ്ട്. ചിൽഡ്രൻ കൺസ്ട്രക്ട് ദെയർ നോളജ്. ലേണിംഗ് ഈസ് മീഡിയേറ്റർ. ലാംഗ്വേജ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ മെൻ്റൽ ഡെവലപ്മെൻറ്റ്. ലേണിംഗ് അപ്പിയേഴ്സ് ട്വൈസ്. ഡെവലപ്മെൻറ്റ് കെ നോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇനി ഇവിടെ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ZPD തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ZPD തന്നിട്ടുണ്ട്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് വാട്ട് ദ ചൈൽഡ് നീഡ്സ് ഹെൽപ്പ് ഫ്രം എ മോർ നോളജബിൾ പേഴ്സൺ ടു ഡു ദിസ് ഈസ് ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പം ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ZPD എന്ന് പറഞ്ഞിട്ട് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒരു കുട്ടിക്ക് ഒരാളുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെയും ഒരു സാധനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, പൊട്ടൻഷ്യൽ നോളജ്, ആക്ച്വൽ നോളജ്. പൊട്ടൻഷ്യൽ നോളജ്, ആക്ച്വൽ നോളജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ആരോ മാർക്സ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കുക. ഈ സ്കഫോൾഡിങ് എന്താണെന്ന് നോക്കാം. വൈഗോട്സ്കീസ് തിയറി ഓൺ ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ആൻഡ് അതേഴ്സ് ഇൻ അസിസ്റ്റിംഗ് ലേണേഴ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊവൈഡിംഗ് സപ്പോർട്ട് സ്ട്രക്ചേഴ്സ് ടു ഹെൽപ്പ് ദം പ്രോഗ്രസ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓർ ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവരടുത്തൊരു ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരൻസ് ഒക്കെ അവരുടെ നോളജിന് അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിനെ മീഡിയേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് വരുന്നത്. A knowledgeable participant can create by means of speech and supportive conditions in which the students can participate in and extend current skills and knowledge to a high level of competence. അവരുടെ കോമ്പീറ്റൻസ് വർദ്ധിപ്പിക്കാനും അവരുടെ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യാനും കറൻറ്റ് സ്കില്ലിനെ കൂട്ടാനും ഒക്കെ ഇങ്ങനെയുള്ള ഇടയിലുള്ള ഒരു മീഡിയേഷന് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. In an educational context, however, scaffolding is an instructional strategy whereby the teacher models the desired learning strategy or task and then gradually shifts responsibility to the students. അപ്പോൾ ടീച്ചേഴ്സ് പിന്നീട് ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ കൊടുത്ത് കുട്ടികളിലേക്ക് ആ ഒരു കാര്യങ്ങളിനെ മാറ്റിയെടുക്കുന്നത്, കുട്ടികളിനെ ഒന്നും കൂടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഇത് ആക്കി കൊടുക്കുകയാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. അപ്പം സ്കാഫോൾഡിങ്ങിനെ കുറച്ച് പോയിൻറ്റ്സ് ആണ്. പ്രൊവൈഡ് സപ്പോർട്ട്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ദ റേഞ്ച് ഓഫ് വാട്ട് എ ലേണർ ക്യാൻ ഡു. ഇറ്റ് ഇനേബിൾസ് എ ലേണർ ടു കംപ്ലീറ്റ് ടാസ്ക് ദാറ്റ് വുഡ് അതർവൈസ് ബി ഇംപോസിബിൾ യൂസ്ഡ് ഓൺലി വെൻ നീഡ്. അപ്പോൾ ക്ലാസ് റൂംസിൽ ചെയ്യുന്ന കുറച്ച് ടെക്നിക്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. കൺക്ലൂഷൻ അവിടെ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു യൂണിറ്റിനെ പറ്റിയുള്ള മുഴുവൻ കൺക്ലൂഷനാണ് അവിടെ തന്നിട്ടുള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന കോണ്ടൻറ്റുകളാണ് റിപ്പീറ്റ് ചെയ്തതിൽ. ഇതിനകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് വരുന്നുണ്ട് കേട്ടോ. കോണ്ടൻറ്റിൻ്റെ ആയാലും കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഇതിനകത്ത് കാണാം. പ്ലീസ് ബെയർ ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ് കംപ്ലീറ്റ്ലി. നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിൽ കാണാം. ഇഫ് യു ഹാവ് എനി സജഷൻ ഓഫ് എന്തെങ്കിലും ടോപ്പിക് എടുക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്കിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലോ ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. സോ താങ്ക് യു സോ മച്ച്. ബൈ.